ഒരുപാട് കാലം മുൻപ് വെളിച്ചവും നിഴലും ഇടകലർന്നു നിന്ന ഒരു നാട്ടിൽ ഒരു വലിയ വീടുണ്ടായിരുന്നു. ആ വീടിൻ്റെ മുറ്റത്തെപ്പോഴും ഒരു നിലവിളക്കിരിപ്പുണ്ടായിരുന്നു. പക്ഷേ വീട്ടുകാർ അത് വെറുതെ ഒരു ലോഹപാത്രമായിട്ടാണ് കണ്ടിരുന്നത്. അവർ ആ വിളക്ക് ഒരിക്കലും കത്തിക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ആ വീട്ടിലേക്ക് എല്ലാ രാത്രിയിലും ഒരു അതിഥി വരും. ആ അതിഥിയുടെ പേര് ദാരിദ്ര്യം. കറുത്ത വസ്ത്രം ധരിച്ച മ്ലാനത നിറഞ്ഞ ഒരു രൂപമായിരുന്നു അത്. ദാരിദ്ര്യം വരുന്നതോടെ വീട്ടിലെ ആളുകൾക്ക് മനസ്സിൽ സന്തോഷമില്ലാതാകും, വാക്കുകളിൽ സ്നേഹമില്ലാതാകും, വീട്ടിൽ എന്നും മങ്ങൽ മാത്രം. അതുപോലെ ഓരോ പ്രഭാതത്തിലും മറ്റൊരു അതിഥി ആ വീടിൻ്റെ വാതിൽക്കൽ വരും. ആ അതിഥിയുടെ പേര് മഹാലക്ഷ്മി. വെളിച്ചവും പുഞ്ചിരിയും ധരിച്ച സുന്ദരിയായ ദേവി. എന്നാൽ വാതിൽക്കൽ കറുപ്പും മ്ലാനതയും തളം കെട്ടി നിൽക്കുന്നത് കണ്ട് മഹാലക്ഷ്മി ഒരിക്കലും അകത്തേക്ക് കടക്കില്ല. അവർ തിരികെ പോകും. വർഷങ്ങൾ കടന്നുപോയി. വീട്ടിൽ എന്നും ഇരുട്ടും ദുഃഖവുമായിരുന്നു. ഒരു ദിവസം ആ വീട്ടിലെ മുതിർന്ന ഒരമ്മൂമ്മ തൻ്റെ മുത്തശ്ശിയുടെ വാക്കുകൾ ഓർത്തു. മോളെ, വിളക്ക് വെറും വിളക്കല്ല, അത് നമ്മളിലെ നന്മയുടെ ജ്ഞാനമാണ്. അതിന് അഗ്നി പകരുന്നത് തിന്മയുടെ ഇരുട്ടിനകറ്റാനാണ്. എന്നും സന്ധ്യയ്ക്ക് വിളക്ക് തെളിച്ചാൽ ആ വെളിച്ചം നമ്മുടെ വീട്ടിലേക്ക് മഹാലക്ഷ്മിയെ ക്ഷണിച്ചു വരുത്തും. അതു കേട്ട അമ്മുമ്മ മനസ്സു നിറഞ്ഞ് വിളക്ക് കഴുകി വൃത്തിയാക്കി എണ്ണയൊഴിച്ചു തിരിയിട്ടു. സന്ധ്യയ്ക്ക് ആ വീടിൻ്റെ പടിവാതിലിൽ കിഴക്കുദിക്കിലേക്ക് തിരിയിട്ട് ഒരു ചെറിയ തീപ്പെട്ടി ഉരച്ചു. ചക്രവാളത്തെ പോലും തോൽപ്പിക്കുന്ന മനോഹരമായ ഒരു നാളം. ആ ഒരു നിമിഷം അത്ഭുതം സംഭവിച്ചു. വീടിൻ്റെ മുറ്റത്തും അകത്തും തളം കെട്ടി നിന്നിരുന്ന ദാരിദ്ര്യം എന്ന കറുത്ത രൂപം ആ ചെറിയ നാളത്തിൽ നിന്നുള്ള ചൂട് വെളിച്ചവും സഹിക്കാനാവാതെ വേഗം ഓടിപ്പോയി. ഇരുട്ടുമാറിയപ്പോൾ അവിടെയെല്ലാം പോസിറ്റീവ് ഊർജം എന്ന ഒരു നേർത്ത പ്രകാശം നിറഞ്ഞു. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ മഹാലക്ഷ്മി വാതിൽക്കൽ വന്നു. ഇത്തവണ കറുപ്പും മ്ലാനതയുമില്ല. തിളങ്ങി നിൽക്കുന്ന വിളക്കിൻ്റെ പ്രഭ കണ്ടതും മഹാലക്ഷ്മി സന്തോഷത്തോടെ ചിരിച്ചു. ആ വെളിച്ചം തന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ദേവി ആ വീടിനകത്തേക്ക് കടന്നു ചെന്നു. അന്നു മുതൽ ആ വീട്ടിൽ സന്തോഷവും ഐശ്വര്യവും സമൃദ്ധിയായി. കാരണം അവർ മനസ്സിലാക്കി, നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ വെറും എണ്ണയല്ല കത്തുന്നത്, അന്ധകാരത്തെ അകറ്റാനുള്ള നമ്മുടെ ആഗ്രഹമാണ് കത്തുന്നത്. ആ ജ്വാല എല്ലാ നല്ലതിനെയും നമ്മളിലേക്ക് ക്ഷണിക്കുന്നു. അതിനാലാണ് ഓരോ വീട്ടിലും വിളക്ക് കത്തിക്കണം എന്ന് പറയുന്നത്. ഈ വിളക്ക് ഇന്നും ആ വീട്ടിലെ ഓരോ സന്ധ്യയുടെയും പ്രത്യാശയുടെ അടയാളമായി തിളങ്ങി നിൽക്കുന്നു.